നീണ്ട 56 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ കാത്തിരുന്നു. സൈന്യം അദ്ദേഹത്തിനായി നീണ്ട തിരച്ചിൽ നടത്തി. ഒരുപക്ഷെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ത്യാഗപൂർണമായ ഒരു തിരച്ചിൽ. ആ തിരച്ചിലിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ലഭിക്കുന്നത്. അതിന്റെ അറിയിപ്പ് ഔദ്യോഗികമായി പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടിലേക്ക് ആ അറിയിപ്പ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ആ അറിയിപ്പിനെ തുടർന്ന് വളരെയധികം പ്രതീക്ഷ, ഒപ്പം തന്നെ സങ്കടം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഇലന്തൂരിലെ തോമസ് ചെറിയാന്റെ വീടുള്ളത്. കാരണം 56 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം സഹോദരനെ, സ്വന്തം നാട്ടുകാരനെ, ഭാരതപുത്രനെ വീണ്ടും കാണാനായുള്ള കാത്തിരിപ്പിലാണ് പത്തനംതിട്ട എന്ന് പറയുന്ന ഗ്രാമമുള്ളത്. എന്തായാലും തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ മിലിറ്ററി ആശുപത്രിയിലായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന് എല്ലാ രീതിയിലുമുള്ള ആദരവും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് ഭൗതികദേഹം ഏറ്റുവാങ്ങുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഭൗതികദേഹത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തിരുന്നു. കുടുംബത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇളയ സഹോദരനായ തോമസും വന്നു. വളരെയധികം വിതമ്പലോടുകൂടി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുഷ്പചക്രം അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭൗതികദേഹത്തിൽ വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു ത്രിവർണ പതാക പുതച്ചുകൊണ്ട് അദ്ദേഹം, ഒരുപക്ഷെ പലരും അദ്ദേഹത്തിന്റെ മുഖം മറന്നുപോകുന്ന, അല്ലെങ്കിൽ പുതുതലമുറ കണ്ടിട്ടില്ലാത്ത അവരുടെ പ്രിയപ്പെട്ടവനെ വീണ്ടും നാട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു സന്തോഷം ആ കുടുംബത്തിനുണ്ട്. ഒപ്പം തന്നെ ഒരു സങ്കടവുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നാടിനായി ജീവൻ ത്യജിച്ച ആ ധീര സൈനികന്റെ ഭൗതികദേഹം ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നും മുന്നിലായി കാണുന്ന ആംബുലൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്നും പത്തനംതിട്ട വരെ ഈ ആംബുലൻസിലായിരിക്കും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഉണ്ടാവുക. അതിനുശേഷം പത്തനംതിട്ട ഇലന്തൂരിന് സമീപത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കും തൊട്ടു പിന്നാലെയുള്ള തുറന്ന സൈനിക വാഹനത്തിലേക്ക്, പുഷ്പങ്ങൾ വെച്ച് അലങ്കരിച്ച ആ വാഹനത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റുക. അതിനുശേഷമായിരിക്കും ഇലന്തൂർ ജംഗ്ഷനിൽ ഒരു പൊതുദർശനമുണ്ട്. നാട്ടുകാർക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച സഹപാഠികൾക്കുമൊക്കെ അവസാനമായി അദ്ദേഹത്തിനെ കാണാനുള്ള സൗകര്യം നാട് ഒരുക്കുകയാണ്. അതിനുശേഷം 10:30 ഇലന്തൂർ ചന്ത ജംഗ്ഷനിൽ ഭൗതികദേഹം എത്തിക്കും. അതിനുശേഷം സൈനിക അകമ്പടിയോടുകൂടി വളരെ ആദരവോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. 12:15 വീട്ടിൽ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുന്നത്. 12:40 വീട്ടിൽ നിന്നും കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് വിലാപയാത്ര ആരംഭിക്കും. 1 മണി മുതൽ 2 മണി വരെ പള്ളിയിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് പള്ളിയിലാണ് സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകുക എന്നുള്ളതാണ്. അവിടെ ഔദ്യോഗിക ബഹുമതികൾ നൽകിയ ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. റോത്തങ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ഭൗതിക മൃതദേഹങ്ങളിൽ അല്ലെങ്കിൽ ആ ശരീരഭാഗങ്ങളിൽ അല്ലെങ്കിൽ അതിനൊപ്പം തോമസ് ചെറിയാനും ഉണ്ട് എന്നുള്ളൊരു അറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തേക്കും ഒപ്പം പത്തനംതിട്ടയിലെ വീട്ടിലേക്കും ഒക്കെ എത്തിയത്. എന്തായാലും ആ എത്തിയ വാർത്തയ്ക്ക് ശേഷം പിന്നീട് എപ്പോൾ നാട്ടിലേക്ക് തോമസ് ചെറിയാൻ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പൊക്കെ തന്നെ സൈന്യം വേഗത്തിൽ പൂർത്തീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എല്ലാ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ, മറ്റ് പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടാണ് അത്രയും വേഗം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ നാട്ടിലേക്ക് എത്തിക്കുന്നത്. ഒരുപക്ഷെ ഇലന്തൂർ ഭഗവതിക്കുന്ന് ഓടാലിൽ വീട്ടിൽ OM തോമസിന്റെയും ഏലിയാമ്മ തോമസിന്റെയും മകനായിട്ട് 1946 അദ്ദേഹം ജനിക്കുന്നത്. വളരെ കുറച്ചു കാലമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. പക്ഷെ ആ കുറച്ചു കാലം മാത്രമേ സൈന്യത്തിന്റെ ഭാഗമായിരുന്നുള്ളൂ എങ്കിൽ പോലും ധീരനായ ഒരു പുത്രനായിരുന്നു ഭാരതപുത്രൻ എന്ന് തന്നെ നമുക്ക് തോമസ് ചെറിയാനെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. ആ ചേട്ടന്റെ പാത പിന്തുടർന്നുകൊണ്ട് എനിക്കും സൈന്യത്തിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം തോമസ് ചെറിയാനായിരുന്നു പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. അതിനെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം സൈന്യത്തിലേക്ക് 22-ാം വയസ്സിൽ പോവുകയും ചെയ്തത്. ഹൈദരാബാദിൽ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പരിശീലന നടപടികളൊക്കെ പൂർത്തീകരിച്ച് പോസ്റ്റിംഗ് കിട്ടി ലഡാക്കിലേക്ക് പോകുന്നു. ലഡാക്കിലേക്ക് പോകുന്ന ആ സമയത്താണ്
102 പേരുമായി പോയ സൈനിക വിമാനം അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത അന്ന് ഇലന്തൂരിലേക്ക് എത്തുമ്പോൾ മറ്റ് 4 സഹോദരങ്ങളും അതിനെ വളരെയധികം വിഷമത്തോടെയാണ് കണ്ടത്. കാരണം അച്ഛനും അമ്മയും അതിനെ ഉൾക്കൊള്ളാൻ പിന്നീട് തയ്യാറായി. 25 വർഷങ്ങൾക്ക് മുൻപ് മാതാവ് മരണപ്പെടുന്നു, 38 വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ വിടവാങ്ങുന്നു. അപ്പോഴൊക്കെ അവർ ആഗ്രഹിച്ച ഒറ്റൊരു കാര്യമേ ഉള്ളൂ, തോമസ് ചെറിയാനെ ഒന്ന് കാണണം, എന്ന് തിരിച്ചു വരുമെന്നുള്ളൊരു ആഗ്രഹം അവരൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തത്. കാരണം ഭൗതികദേഹം പോലും നാട്ടിലേക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പക്ഷെ അന്നും ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഭാരതപുത്രന്മാർക്കായി രാജ്യം എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കരുതൽ നൽകുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് തോമസ് ചെറിയാന്റെ ഭൗതികദേഹം ഈ 56 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്നത് എന്നുള്ളതാണ്. 56 വർഷങ്ങളും രാജ്യത്തിന്റെ ധീരപുത്രനായി, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ധീരപുത്രന്മാർക്കായി ഭാരത സൈന്യം തെരച്ചിൽ നടത്തിയിരുന്നു. ആ തെരച്ചിലിന്റെ ഒടുവിലായി കിട്ടിയ 4 ഭൗതികദേഹങ്ങളിൽ ഒന്ന് ഒരു മലയാളിയുടേതാണ് എന്ന് തിരിച്ചറിയുന്നു. അത് തോമസ് ചെറിയാന്റേതാണ് എന്ന ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. പിന്നീട് നാട്ടിലേക്ക് എത്തിക്കുന്നു. ഒരു പക്ഷേ അവസാന ഓർമ്മയായി ഉണ്ടായിരുന്ന ഒരു ചിത്രം പോലും കുടുംബത്തിന്റെ കയ്യിൽ നിന്നും നഷ്ടം വരുന്നു. പക്ഷെ പിന്നീട് ആ ചിത്രം ഒരു പക്ഷേ അവർ എക്കാലത്തും ഓർത്തുവെക്കുന്ന, നാട് ഓർത്തുവെക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവന്റെ ചിത്രം ഹൈദരാബാദിൽ നിന്നും ഇന്ത്യൻ ആർമി തന്നെ ഇമെയിലായി അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ചിത്രം മാത്രമാണ് ഇപ്പോൾ അവർക്ക് മുൻപിലുള്ളത്. കാരണം പല തലമുറക്കാരും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ ചിത്രമില്ല, അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഒന്നും അവരുടെ മനസ്സുകളിൽ ഇല്ലായിരുന്നു. പക്ഷേ ഹൈദരാബാദിൽ നിന്നും എത്തിയ ആ ചിത്രം അവരൊക്കെ ഇന്ന് കാത്തു സൂക്ഷിക്കുകയാണ്. കാരണം അവരുടെ സഹോദരൻ, അവരുടെ പ്രിയപ്പെട്ട പുത്രൻ, അവരുടെ പ്രിയപ്പെട്ട മാമൻ, അങ്കിളൊക്കെ ആയി തോമസ് ചെറിയാന്റെ ആ വരവ് അവർ കാത്തിരിക്കുകയാണ്. കാരണം 8ഉം 12ഉം വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്, സഹോദരങ്ങൾക്ക് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ആർമിയിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. അവരൊക്കെ കാത്തിരിക്കുകയാണ്. കാരണം അവരാരും അവരുടെ നല്ല ഓർമ്മകളിൽ അവരുടെ സഹോദരനെ കണ്ടിട്ടില്ല. തോമസ് ചെറിയാന്റെ നല്ല ഓർമ്മകൾ അവർക്കില്ല. ആകെ അവർക്കുള്ളത് അവസാനമായി അദ്ദേഹത്തിനെ പട്ടാളത്തിലേക്ക് പോകുമ്പോൾ, ജോലി ലഭ്യമായി പോകുമ്പോൾ യാത്ര അയക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ പോയ ഓർമ്മകൾ പല മാധ്യമങ്ങൾക്ക് മുൻപിലും നമുക്കും അടക്കം അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഓർമ്മകൾ, ആ ഒരു നല്ല ഓർമ്മകൾ മാത്രമാണ് നിലവിൽ അവർക്കുള്ളത്. എന്തായാലും ഇന്ന് അദ്ദേഹം വീട്ടിലേക്ക് എത്തുകയാണ്. അവസാനത്തെ യാത്ര, ഒരു പക്ഷേ 56 വർഷങ്ങൾക്ക് മുൻപ് ഭാരത സൈന്യത്തിലേക്ക് പോയ സന്തോഷകരമായ ഒരു യാത്ര, ആ സന്തോഷകരമായ യാത്രയല്ല ഇന്നെങ്കിൽ പോലും, മറിച്ച് അവസാനമായി തോമസ് ചെറിയാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്, അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് എത്തുകയാണ്, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തുകയാണ്. കാരണം കാത്തിരുന്ന, ഒരു പക്ഷേ അദ്ദേഹം സർവീസിലുണ്ടായിരുന്നെങ്കിൽ റിട്ടയർമെന്റ് ഒക്കെ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് വരേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു യാത്രയായി പകരം അവരൊക്കെ കാത്തിരുന്ന അവരുടെ പ്രിയപ്പെട്ട പുത്രനെ, പ്രിയപ്പെട്ട ഭാരതപുത്രനെ അവസാനമായി കാണാനായി പത്തനംതിട്ട ഇലന്തൂർ ഗ്രാമം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ദിവസങ്ങൾ കാത്തിരിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാനായി. ചെറിയ കുട്ടികൾ മുതൽ അദ്ദേഹം പഠിച്ച, അദ്ദേഹത്തിന്റെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലെ ഒക്കെ സഹപാഠികൾ, അധ്യാപകർ, ഒപ്പം തന്നെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുകയാണ്. കാരണം അവരൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, തോമസ് ചെറിയാൻ എന്നൊരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ഭാഗമാകാൻ പോയി, പിന്നീട് അദ്ദേഹം സൈനിക വിമാനാപകടത്തിൽ മരണപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള മറ്റു ഓർമ്മകളൊന്നും അവർക്ക് മുൻപിലില്ല, ചിത്രങ്ങളില്ല. അവരുടെ മുൻപിലേക്കാണ് അദ്ദേഹം ഇന്ന് എത്തുന്നത്. എന്തായാലും കാലം ഒരു തെളിവ് അവശേഷിപ്പിക്കും, അല്ലെങ്കിൽ കാലം സാക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ 56 വർഷങ്ങൾ അദ്ദേഹം മഞ്ഞുമലയിലുണ്ട്. 1800 അടി ഉയരത്തിലാണ് ഈ റോത്തങ് പാസ് ഉള്ളത്. അവിടെ മഞ്ഞ് ശൈത്യം നിലനിൽക്കുന്ന ഒരു കാലമാണ്, ഒപ്പം അങ്ങനെ ഒരു മേഖലയുമാണ്. അവിടെ നിന്നാണ് സൈന്യം ഇത്രയും നീണ്ട പരിശ്രമത്തിനൊടുവിൽ, ഇത്ര വർഷം നീണ്ട തെരച്ചിലിനൊടുവിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കണ്ടെത്തുന്നത്. അതിനുശേഷം അത് മോർച്ചറിയിലേക്കും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ആശുപത്രിയിലേക്കൊക്കെ മാറ്റാൻ അതികഠിനമായ മേഖലകൾ പിന്നിട്ടുകൊണ്ടാണ് സൈന്യം ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്.